ഹലോ, ഏവർക്കും നമസ്കാരം. ആദ്യമായി വയനാട് തുരങ്കപാത നിർമ്മാണത്തോട് അനുബന്ധിച്ച് അത് നടക്കുന്നിടത്ത് ഉണ്ടായ മണ്ണിടിച്ചിലിൽ നിര്യാതരായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. നമ്മൾ സ്പിരിറ്റിനെ കുറിച്ച് തന്നെയാണ്. സ്പിരിറ്റ് 3 ഭാഗം കഴിഞ്ഞു. എങ്കിലും ചില സംശയങ്ങൾ ചിലരൊക്കെ ഉന്നയിച്ചപ്പോൾ പ്രധാന സംശയം എന്ന് വെച്ചാൽ എന്തിനാണ് സർക്കാർ ഈ മദ്യ കച്ചവടത്തിന് അനുമതി നൽകുന്നത്? മദ്യ കച്ചവടം സർക്കാർ നേരിട്ട് ചെയ്യുന്നു. ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? ഇത് മദ്യം ദോഷകരമാണെന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയ നിലയിൽ അത് ഇല്ലാതെയൊക്കെ നിരോധിക്കുകയല്ലേ വേണ്ടത് എന്ന ഒരു ചോദ്യമുണ്ടായി. അപ്പൊ അതേക്കുറിച്ചാണ് ഈ മദ്യത്തിന്റെ ഉപഭോഗം മനുഷ്യരാശിയുടെ ചരിത്രം എടുത്താല് ചരിത്രാതീത കാലം മുതലേ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് സത്യം. ആൽക്കഹോളിന്റെ ഉപയോഗം, എത്തനോൾ ഒരു പാനീയമായി, ആ നിലയിൽ പാനീയമായി വേർതിരിച്ചിട്ടല്ലെങ്കിലും ഇത് ചില മൃഗങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താ വെച്ചാല് വളരെയധികം പഴുത്ത് ചെയ്യാൻ തുടങ്ങുന്ന തരത്തിലുള്ള പഴങ്ങളില് ഇത് ചെറിയ രീതിയിൽ ഫെർമെന്റഡ് ആയി ഉണ്ടാവും. അത് കഴിക്കാനുള്ള താല്പര്യം അതിലൂടെ ആകർഷിക്കുന്ന പല മൃഗങ്ങളും ഉണ്ട്. തന്നെയുമല്ല, ഈ ആൽക്കഹോളിനെ നമ്മള് ഒരു എൻസൈം പ്രോസസ് ചെയ്യും, ലിവറിൽ വെച്ച് അതിനെ ചില ഘട്ടങ്ങളാക്കി മാറ്റി അതിനെ അവസാനം പുറന്തള്ളും ശരീരത്തിൽ നിന്ന് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ എൻസൈമിന്റെ ഒരു ഉൽപാദനമൊക്കെ ആയിട്ട് കണ്ടെത്തുമ്പോൾ അത് പ്രൈമേറ്റ്സിൽ, അതായത് നമ്മൾ പൂർവികരെ പങ്കിടുന്നതായി കണക്കാക്കപ്പെടുന്ന ആൾക്കുരങ്ങളിലും മറ്റു കുരങ്ങ് ജീവികളുടെയും ചരിത്രത്തിൽ അത് എവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു വലിയ ലോങ് എവല്യൂഷണറി ഹിസ്റ്ററി ആ രീതിയിലുണ്ട്. ആനകളൊക്കെ ഈ ചീഞ്ഞു തുടങ്ങുന്ന പഴങ്ങൾ കഴിക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നൊക്കെ ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രൈമേറ്റ്സിൽ ഇത് ഇങ്ങനെ ഒരു ജീൻ ഉണ്ടായി വന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വലിയ പഠനങ്ങൾ നേച്ചറിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള, നേച്ചർ മാഗസിനിലും മറ്റു പലതിലും പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. തന്നെയുമല്ല, ഇനി മനുഷ്യ സംസ്കാരം എടുത്താല് അവിടെയും കാണാം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തില് ഈ ഇതിന്റെ ഫെർമെന്റ് ചെയ്യാൻ ബിയർ പോലെയുള്ള പാനീയങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അതിൽ ഇതിന്റെ അവശിഷ്ടവും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന്, പ്രാചീന ചൈനയിൽ നിന്ന് ഇതുപോലെ തെളിവുകൾ എത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ പഴയ റെഡ് ഇന്ത്യൻ വംശജരുടെ ഇടയിലെ അവരും സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ അല്ല, ഈ ഫെർമെന്റേഷൻ, ബിയർ, വൈന് അതുപോലെയുള്ള പാനീയങ്ങൾ എല്ലായിടത്തും ഉൽപ്പാദിപ്പിച്ചിരുന്നതായിട്ട് കാണാം. നമ്മള് ഭാരതത്തിലേക്ക് വന്നാലും ഇന്ത്യയില് ചരക സംഹിത, സുശ്രുത സംഹിത ഒക്കെ ഉണ്ടല്ലോ, ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ, നേരിട്ട് വായിച്ചതല്ല, അതേക്കുറിച്ച് എഴുതിയത് വായിച്ചതാണ്. അവരുടെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇത് ആൽക്കഹോള് പോലെയുള്ള പാനീയങ്ങൾ മോഡറേഷൻ വേണം, അത് അധികമായി ഉപയോഗിക്കരുത് എന്ന് അവര് അഡ്വൈസ് ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് വേദ പുസ്തകങ്ങളിലും ഒക്കെ ഇതേക്കുറിച്ചുള്ള മെൻഷൻ ഉണ്ട്, ഇതിന്റെ ഉപയോഗത്തെ കുറിച്ചുള്ള. വേദപുസ്തകം, യഹൂദന്മാരുടെ പുസ്തകമായിക്കോട്ടെ, ക്രിസ്ത്യൻ വേദപുസ്തകമായിക്കോട്ടെ, അതിലൊക്കെ ഇതേക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഒരു ഉപയോഗം മനുഷ്യരാശിയോടൊപ്പം എന്നും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇതിനോടുള്ള ഒരു താല്പര്യം ഒരു പരിധി വിട്ട് ആസക്തിയാവുന്ന ഒരു സംഗതി ഏത് അളവിലും ദോഷകരമാണ് എന്ന് ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു സംഗതി. പക്ഷെ ഇതിനോടുള്ള താല്പര്യം മനുഷ്യർക്ക് നിലനിൽക്കുന്നു. അപ്പൊ പൂർണ്ണമായി നിരോധിക്കുക എന്നത് പലപ്പോഴും അപ്രായോഗികമായിരിക്കും. നിരോധിക്കുമ്പോൾ എന്തുണ്ടാവും? അത് ഒരു അല്ലാത്ത രീതിയിൽ നിരോധിത വസ്തുവിനെ നിർമ്മിച്ച് കഴിക്കാനും, അപ്പൊ അതിന്റെ പുറകിൽ ഒരു ബിസിനസ്സും ഒക്കെ താല്പര്യങ്ങളും ഒക്കെ എല്ലായിടത്തും കണ്ടിട്ടുള്ളതാണ്. അമേരിക്കയിലെ പ്രശസ്തമായ നിരോധന കാലമുണ്ട്, 1920 മുതൽ 1933 വരെ. അപ്പൊ അമേരിക്കയിലെ ഡോൺസ്, അണ്ടർവേൾഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അതിനു മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് എത്ര ശക്തമാവുന്നത് ഈ കാലഘട്ടത്തിലാണ്. കുറെ കഥാപാത്രങ്ങളും വലിയ ഇതിന്റെ വ്യാജമദ്യ സാമ്രാജ്യം ഉണ്ടാക്കിയ കഥാപാത്രങ്ങളുണ്ട്. അതും അത് ചിലതൊക്കെ സിനിമയിലേക്കൊക്കെ വന്നതും ഉണ്ട്. കിങ് ഓഫ് ബൂട്ട്ലെഗേഴ്സ് എന്നറിയപ്പെടുന്ന ജോർജ് റെമസ് എന്നയാളുണ്ട്. അയാള് റെമസ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് തന്നെ ഉണ്ടാക്കി. അപ്പോൾ അയാൾ അവിടുത്തെ ഡിസ്റ്റിലറികളൊക്കെ വാങ്ങി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു വക്കീലായിരുന്നു, ക്രിമിനൽ ലോയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഓപ്പറേഷന്റെ ഒരു രീതിയുണ്ട്. അത് ന്യൂയോർക്കിലും പരിസരത്തിലുള്ള ഇതൊക്കെ അദ്ദേഹം സ്വന്തമാക്കുന്നു. എന്നിട്ട് ഇത് സപ്ലൈ ചെയ്യുന്ന, കാരണം സ്പിരിറ്റ് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സപ്ലൈ ചെയ്യുന്ന ആ ചെയിനും ഇദ്ദേഹം സ്വന്തമാക്കുന്നു. എന്നിട്ട്
ഇത് സപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന വഴിക്ക് ഇദ്ദേഹം എംപ്ലോയ് ചെയ്തിട്ടുള്ള റഫിയൻസ്, അതായത് ഗുണ്ടകളെന്നൊക്കെ വിളിക്കാവുന്ന അവര് ഇത് വന്ന് തട്ടിയെടുത്തു, സ്വന്തം സാധനം തട്ടിയെടുത്തോണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ടു. ഇതെന്ത് ചെയ്യുന്നു, ഇത് ബിവറേജസ് ആക്കി മാറ്റി വേറെ വിൽപ്പനയ്ക്ക് വേറെ കേന്ദ്രങ്ങളും, അങ്ങനെ ഒരു 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 ചെയിന് ഇയാളുടെ തന്നെ നഷ്ടപ്പെടുന്നതായിട്ട് ഇയാൾ കാണിച്ച് വലിയ അധോലോക നായകനായിട്ട് ഇയാൾ വളരുന്ന കഥയും ഒക്കെ ഉണ്ട്. അതിന് ഒരു ഹോളിവുഡ് സിനിമയെ ഇദ്ദേഹത്തിന്റെ പ്രോട്ടോടൈപ്പ് ആയിട്ട് എടുത്ത ഒരു ഹോളിവുഡ് സിനിമയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേര് ഗ്രേറ്റ് സ്റ്റെപ്പ് എന്നോ മറ്റോ ആണ്. ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് ഇദ്ദേഹത്തിന്റെ കഥയല്ല, പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്വഭാവം അതിലൊക്കെ കാണാം. ഇനി നമുക്ക് വേണമെച്ചാല് നമ്മുടെ മലയാളത്തില് അമൽ നീരദല്ലേ ബ്ലാക്ക് സംവിധാനം ചെയ്തത്, അദ്ദേഹത്തിന്റെ ബ്ലാക്കില് ഡെവൺ കാർലോസ് എന്നൊരു വില്ലൻ കഥാപാത്രം, അത് ഒരു വക്കീല് ഈ അധോലോക നായകനായിരിക്കുന്ന നടൻ ലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം. മമ്മൂട്ടി ഓപ്പോസിറ്റ്, ഇദ്ദേഹത്തിന്റെ വലങ്കൈ ആണെങ്കിലും പിന്നീട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കഥാപാത്രമായിട്ട് വന്നത്. അപ്പൊ അതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു വിദൂര ഛായയൊക്കെ കാണാം. അവിടെ ബൂട്ട് ലെഗിങ് ഇല്ല, ഈ വ്യാജമദ്യം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ജോർജ് റമസിന്റെ ക്യാരക്ടറിന്റെ ചില അംശങ്ങളൊക്കെ അതിൽ വിദൂരമായി കാണാം. ഞാൻ മോഷണമൊന്നും ആരോപിക്കുകയല്ല, നമുക്ക് ഇത്തരം സാമ്യങ്ങൾ പലപ്പോഴും സിനിമകളിലും സാഹിത്യത്തിലും ഒക്കെ കാണാൻ കഴിയും എന്നേ ഉള്ളൂ. കാരണം മനുഷ്യരുടെ കഥയാണല്ലോ എല്ലായിടത്തും പറയുന്നത്. അത്രേ ഉള്ളൂ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിലും ബീഹാറിലും ഒക്കെ, ബീഹാറിലെ അടുത്ത കാലത്താണ് നിരോധിച്ചത്, ഇത് പ്രൊഹിബിഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ചില ഇളവുകളൊക്കെ ഉണ്ട്. മദ്യം 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇളവുകളൊക്കെ ഉണ്ട് ഗുജറാത്തില്. ബീഹാറിലും ആ മട്ടിൽ എന്തൊക്കെയുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇത് സക്സസ്ഫുൾ ആയതായിട്ട് അറിയില്ല. നമ്മുടെ ഋഷിരാജ് സിംഗ് അദ്ദേഹം തന്നെ അവിടുത്തെ കഥകളൊക്കെ പറയുന്നത് കേൾക്കാം. ഇപ്പൊ വലിയ ഈ വ്യാജമദ്യ ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ വാർത്തകൾ കാണുന്നുള്ളൂ, അല്ലാതെ ചെറിയ രീതിയിലൊന്നും ഒരാളൊക്കെ മരിക്കുന്നത് അവിടെയൊക്കെ നിത്യസംഭവമാണ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെയും ഇത് എന്തുണ്ട്, ഇതിന്റെ ഒരു ചെറിയൊരു അധോലോകം രൂപപ്പെട്ടിട്ടുണ്ട്, ഇതിന്റെ സപ്ലൈക്കും ചെയിനും ഒക്കെ ആയിട്ട്. അപ്പോ അതാണ് ഒരു കാര്യം. കേരളത്തിൽ തന്നെ നമ്മൾ കാണാം, പല ഘട്ടത്തില് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് ചാരായ നിരോധനത്തിന്റെ കാലഘട്ടത്തില് ചാരായത്തിന്റെ സപ്ലൈ ഒക്കെ ഈ സ്വകാര്യ ഏജൻസികൾ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് എന്ത് വന്നു, പലപ്പോഴും വ്യാജ സ്പിരിറ്റ് ഉപയോഗിച്ച് ദുരന്തങ്ങൾ ഉണ്ടായി. വൈപ്പിനില് മണിച്ചൻ കേസൊക്കെ പ്രശസ്തമായ കേസ്, കുപ്രസിദ്ധി ആർജിച്ച കേസുകളാണല്ലോ. പിന്നീട് ഈ ചാരായ നിരോധനം വന്നപ്പോൾ ആണ് കള്ളില് സ്പിരിറ്റും പിന്നെ മറ്റു ചില ഡയാസിപ്പാമും കലർത്തുന്നത് വ്യാപകമായത്. കാരണം ചാരായ കുടിച്ചുകൊണ്ടിരുന്നവർ അത് വാങ്ങി കുടിക്കാനും പിന്നെ അവരൊക്കെ അടുത്ത ബാറുകളിലേക്ക് പോവുകയും ബാറുകൾ ഇങ്ങനെ ആയതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിന്റെ നിരോധനം അതിനുശേഷം ഈ സുപ്രീം കോടതി ഇടപെട്ട് ഇവിടെ AG റിപ്പോർട്ടൊക്കെ വന്ന് പല ബാറുകൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് 4 സ്റ്റാറിൽ താഴെയുള്ള എല്ലാ ബാറുകളും വൃത്തിഹീനമായിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഇടപെട്ട് അത് പൂട്ടുന്നുണ്ട്. പൂട്ടിയതിന് ശേഷം പിന്നെ ഈ ബാറ് അവർക്ക് തുറക്കാനുള്ള, അവരോട് കോഴ വിരിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം നടക്കുന്നു. എന്തായാലും അന്ന് ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 5 സ്റ്റാറിന് താഴെയുള്ള ബാറുകളും അങ്ങ് ലൈസൻസ് അങ്ങ് റദ്ദാക്കുന്നു. അതേ ചൊല്ലി കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്തും ഈ പറഞ്ഞ എന്ത് സംഭവിക്കുന്നു, ഈ കള്ളില് കലർത്തുന്നതൊക്കെ മറ്റ് തരം ഇതിലേക്ക് പോകുന്നതായിട്ടൊക്കെ ആ സമയത്ത് അത്തരം കേസുകൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിരോധനം എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തത് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ഇതിന്റെ വിതരണവും സർക്കാർ ഏജൻസികൾ ചെയ്യുന്നു. കാരണം വിതരണം മറ്റ് സ്വകാര്യ ഏജൻസികൾ ചെയ്തപ്പോഴൊക്കെ ഇത്തരം നമുക്കറിയാം ENA ചേർത്ത് വേണം, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് വിളിക്കുന്ന സ്പിരിറ്റ് വേണം ഇത് പാനീയങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടതെന്നാണ്. പക്ഷെ എന്ത് ചെയ്യും അവര്, മറ്റ് ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് ഒക്കെ എടുത്ത് അത് അവരുടേതായ രീതിയിൽ ചിലപ്പോൾ ഒന്ന് അതിലെ വ്യാജം മാറ്റാനൊക്കെ ശ്രമം നടത്തുമായിരിക്കും. വ്യാജം എന്ന് വെച്ചാൽ അതിൽ കലർത്തിയിരിക്കുന്ന വസ്തു എന്തായാലും അത് മാറ്റാൻ ശ്രമം നടത്തിയിട്ട് അത് പൂർണ്ണമായി മാറില്ല, അത് ബാക്കി ഉണ്ടാവും. അങ്ങനെയാണ് പലപ്പോഴും വ്യാജമദ്യ ദുരന്തങ്ങൾ. ഇൻഡസ്ട്രിയൽ സ്പിരിറ്റോ നമ്മൾ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതോ പെട്രോളിൽ കലർത്താൻ ഉപയോഗിക്കുന്നതോ ഒന്നും എന്തിനും പറ്റില്ല, ബെവറേജസ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിൽ നമുക്ക് പെട്ടെന്ന് മാരകമാകുന്ന ചില വസ്തുക്കൾ ചേർത്തിട്ടുണ്ടാവും, അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത് വാങ്ങിയിട്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടും ഒക്കെ അവര് എന്ത് ചെയ്യും, ഇതിനായിട്ടൊക്കെ പലപ്പോഴും സ്വകാര്യ മേഖലയിലേക്ക് ചെല്ലുന്ന ഉടനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ വിതരണം കൂടി എന്ത് ചെയ്തിരിക്കുന്നത്, കേരളത്തിൽ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോ നമുക്കിതിനെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
ഇനിയും ഇതേക്കുറിച്ച് അല്പം കൂടിയൊക്കെ പറയാനുണ്ട്. മറ്റു ചില ആസ്പെക്ട്സിനെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിരുന്നു. അത് അടുത്ത തവണയാകാം. നന്ദി. നമസ്കാരം.